നെക്സ്റ്റേഴ്സിന്റെ സീരീസിലെ പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ API എൻഡ് പോയിന്റ്സിന് എഫിഷ്യന്റ്ലി ഡാറ്റ എങ്ങനെയാണ് ഫെച്ച് ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ. അത് രണ്ട് കോമ്പോണൻസിലും ക്ലയന്റ് സൈഡ് കോമ്പോണന്റിലും സെർവർ സൈഡ് കോമ്പോണന്റിലും നമ്മൾ ഡാറ്റ ഈ ഒരു API ഫെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ ഈ ഒരു നെക്സ്റ്റേഴ്സിൽ എങ്ങനെയാണ് ഫെച്ച് ചെയ്യുന്നത്, അതായത് ഡാറ്റാബേസ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് ഡാറ്റ ഫെച്ച് ചെയ്യുന്നത്, ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, എല്ലാ CRUD ഓപ്പറേഷൻസും എങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നതെന്നാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സെർവർ സൈഡ് കോമ്പോണൻസിൽ നെക്സ്റ്റേഴ്സിന്റെ കേസിൽ ഡയറക്റ്റ് ആയിട്ട് സെർവർ സൈഡ് റിസോഴ്സസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡാറ്റാബേസ് ഇന്ററാക്ഷൻസ് ആണെങ്കിലും സീംലെസ് ആയിരിക്കും, ഈസിലി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇന്ററാക്ഷന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ API റൗട്ട്സ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് എസ്പെഷ്യലി നമ്മുടെ പ്രൊജക്ടിന്റെ സെൻസിറ്റീവ് പാർട്ടിലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ സെക്യൂർഡ് ആയിരിക്കും. ഇനി ഒരു സെർവർ സൈഡ് കോമ്പോണൻസിൽ ഡാറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് രണ്ട് ടൂളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് മൾട്ടിപ്പിൾ വേസിൽ നെക്സ്റ്റേഴ്സിൽ ഒരു ഡാറ്റാബേസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നെങ്കിൽ SQL ഡ്രൈവർ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന ORM ത്രൂ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ചൂസ് ചെയ്തിരിക്കുന്ന ഡാറ്റാബേസ് SQLite ആണ്. നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും അല്ലെ, ഒരു ഫയൽ ബേസ്ഡ് ഡാറ്റാബേസ് ആണ്. നമ്മുടെ പ്രൊജക്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് വെയ്റ്റ് സെർവർലെസ് സെൽഫ് കണ്ടെയ്ൻഡ് ഡാറ്റാബേസ് ആണ് കേട്ടോ. വൈഡ്ലി യൂസ് ചെയ്യുന്നതാണ്, എസ്പെഷ്യലി നിങ്ങളുടെ സ്മോൾ സ്കെയിൽ ആപ്ലിക്കേഷൻസിലൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി രണ്ടാമത്തത് ഒരു ORM ആണ്. ORM വേണ്ടിയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് പ്രിസ്മയാണ്. ഇനി ORM എന്താണെന്ന് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊരു ഒബ്ജക്ട് റിലേഷണൽ മാപ്പിംഗ് ടെക്നിക്കാണ്. അതായത് സാധാരണ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ എങ്ങനെയാണ് ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് SQL ക്വറീസ് എഴുതി കൊടുക്കൂലേ മാനുവലി. ഇപ്പൊ PHP-ലാണെങ്കിലും പൈത്തോണിലൊക്കെ ആണെങ്കിലും നമ്മൾ മാനുവലി നമ്മളെ SQL ക്വറീസ് സെർവർ സൈഡിൽ എഴുതും. അതിന് പകരം ഇവിടെ നമുക്ക് ടൈപ്പ് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് കോഡ് നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഏത് ഡാറ്റാബേസ് ആണെങ്കിലും MySQL-ഓ പോസ്റ്റ്ഗ്രസോ MongoDB-യോ ഏത് ഡാറ്റാബേസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡാറ്റാബേസ് ടേബിൾസിനെ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ഇതിന്റെ മേലെ നിന്നിട്ട് നമുക്ക് ഇപ്പൊ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ആയി കഴിയുമ്പോൾ ഒബ്ജക്റ്റ് ആക്സസ് ചെയ്യുന്നത് മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നമുക്ക് അറിയാലോ. നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ ബേസിക്സ് ഒക്കെ അറിയാവുന്നവർക്ക് അറിയാം. അതല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇപ്പോൾ സിമ്പിൾ ഫംഗ്ഷൻസ് ടു നമ്മൾ എന്ത് ചെയ്യും, ഡാറ്റാബേസ് ഓപ്പറേഷൻസ് ഇപ്പൊ നിങ്ങൾക്ക് ക്രിയേറ്റോ റീഡ് ചെയ്യുന്നതോ അപ്ഡേറ്റ് ചെയ്യുന്നതോ ഡിലീറ്റ് ചെയ്യുന്നതോ എല്ലാ CRUD ഓപ്പറേഷൻസിനെയും നമുക്ക് ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റോ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ മാനുവലി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, SQL ക്വറീസ് എഴുതി എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിവിടെ ഈ ഒരു ORM ത്രൂ ആക്സസ് ചെയ്യാം. ഇനി നമ്മൾ ചൂസ് ചെയ്തത് ഞാൻ ഓൾറെഡി പറഞ്ഞു പ്രിസ്മയാണ്. ഇതൊരു മോഡേൺ ടൂളാണ് ഈ ഒരു ഡാറ്റ മാനിപ്പുലേഷന് വേണ്ടിയിട്ട്. എസ്പെഷ്യലി നമ്മുടെ നെക്സ്റ്റേഴ്സ് ആപ്ലിക്കേഷൻസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങളുടെ ഏത് ഡാറ്റാബേസ് ആണെങ്കിലും പോസ്റ്റ്ഗ്രസോ MySQL-ഓ നമ്മൾ യൂസ് ചെയ്യുന്ന SQLite-ഓ MongoDB-യോ ഏത് ഡാറ്റാബേസ് ആണെങ്കിലും ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ മാനുവലി SQL ക്വറീസ് എഴുതാതെ CRUD ഓപ്പറേഷൻസ് ചെയ്യാം. അതുപോലെ നിങ്ങൾ ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റാബേസ് സ്കീമേനെ ബേസ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ടൈപ്പ് സ്ക്രിപ്റ്റ് ടൈപ്സ് ജനറേറ്റ് ചെയ്തോളൂ. പ്രിസ്മ മൈഗ്രേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക് ഉണ്ട്, നമ്മൾ നെക്സ്റ്റ് പഠിക്കും. അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റാബേസ് സ്കീമേനെ അപ്ഡേറ്റ് ചെയ്യും. അതൊക്കെ നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ടൂളാണ്, പ്രിസ്മയും SQLite-ഉം. ഒട്ടും താമസിക്കാതെ നമുക്ക് നമ്മുടെ നെക്സ്റ്റേഴ്സിന്റെ പ്രൊജക്റ്റിൽ ഈ രണ്ട് ടൂൾ യൂസ് ചെയ്തിട്ട് ഡാറ്റാബേസ് മാനിപ്പുലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്രിസ്മേനാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ പ്രിസ്മ CLI നമ്മളൊരു ഡെവലപ്മെന്റ് ഡിപ്പെൻഡൻസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. npm install prisma -d ഇതാണ് കമാൻഡ്. ഇപ്പൊ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഈ ഒരു ഡാറ്റ സോഴ്സ് ആയിട്ട് SQLite പ്രിസ്മയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് നമ്മുടെ ഡാറ്റാബേസ് ഏതാണോ ആ ഡാറ്റ സോഴ്സ് പ്രൊവൈഡർ ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ SQLite ആയതുകൊണ്ട് അതാണ് കൊടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇതൊന്ന് ക്ലിയർ ചെയ്യുവാണ്. ഡാറ്റ സോഴ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന കമാൻഡ്, അതായത് പ്രിസ്മനെ ഇനിഷ്യലൈസ് ചെയ്യുന്ന കമാൻഡ് ഇതാണ്, npx സ്പേസ് പ്രിസ്മ init -- ഡാറ്റ സോഴ്സ് പ്രൊവൈഡർ SQLite സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനിഷ്യലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇവിടെ, അതായത് നമ്മുടെ പ്രൊജക്ടിന്റെ അണ്ടറിൽ ഒരു പ്രിസ്മ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് schema.prisma എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ അകത്താണ് നമ്മുടെ മോഡൽസ് എല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് കറന്റ് ഒരു പ്രൊവൈഡർ നമ്മൾ ഓൾറെഡി SQLite സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണക്ഷൻ സ്ട്രിംഗും ഉണ്ട്.
ഇനി ഒരു കണക്ഷൻ സ്ട്രിങ് എവിടെ ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊജക്ടിന്റെ ENB ഫയലില്ലേ, ഇവിടെ നമ്മൾ ഓൾറെഡി പ്രിസ്മ ഇതും ഓട്ടോ ജനറേറ്റ് ചെയ്യുന്നതാണ് കണക്ഷൻ സ്ട്രിങ്, അതായത് dev.db എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രിസ്മന്റെ ഫയലില്ലേ, അതായത് schema.prisma ഫയലിന്റെ അകത്ത് ഡാറ്റ മോഡൽസ് ഡിഫൈൻ ചെയ്യണം. അതായത് നമ്മൾ ഡാറ്റാബേസസിൽ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ മോഡൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഓരോ ടേബിൾ നെയിമും അതിന്റെ കോളംസും കൊടുക്കാറില്ലേ, അതുപോലെ തന്നെ ഇവിടെ ഡാറ്റ മോഡൽ നെയിമും ആ കോളംസും അതിന്റെ കറസ്പോണ്ടിങ് പ്രോപ്പർട്ടീസ്, അതായത് ഡാറ്റ ടൈപ്പ് ഒക്കെ കൊടുത്ത് ഡിഫൈൻ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മൈഗ്രേഷൻ കമാൻഡ് റൺ ചെയ്യും. ഈ കമാൻഡ് നമ്മുടെ ഈ ഒരു സ്കീമയിലുള്ള ഡാറ്റാബേസ് മോഡൽസിനെ അതിന്റെ കറസ്പോണ്ടിങ് ടേബിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്തോളും. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു സ്റ്റുഡന്റിന്റെ മോഡൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഉള്ളത് കോപ്പി ചെയ്യാം കേട്ടോ. ഇവിടെ സ്റ്റുഡന്റ് ആണ്, ഇത് കറസ്പോണ്ടിങ് സ്റ്റുഡന്റ് ടേബിൾ ആണ്. അതിൽ ID, നെയിം, ഇമെയിൽ, ഏജ്, ക്രിയേറ്റഡ് ഡാറ്റ, അതായത് ഡേറ്റ് ടൈം കോളം, ഈ ഒരു 5 കോളംസ് ഉള്ളതെന്ന് വിചാരിച്ചു. ഇത് നമുക്ക് മൈഗ്രേഷൻ കമാൻഡ് റൺ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അഗൈൻ ടെർമിനലിൽ വരിക. മൈഗ്രേഷൻ കമാൻഡ് ഇതാണ്, npx prisma migrate dev --name space init. ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നെസസറി ടേബിൾസ് അല്ലെങ്കിൽ എന്ത് മോഡിഫിക്കേഷൻസ് ആണോ ഈ ഒരു നമ്മുടെ ഈ മൈഗ്രേഷൻ ഫയലിൽ വന്നിരിക്കുന്നത്, ഈ സ്കീമ പ്രിസ്മനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു ടേബിൾസ് ജനറേറ്റ് ചെയ്തോളും. ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം നമ്മുടെ ഈ ഒരു മൈഗ്രേഷൻ ഫയൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മൈഗ്രേഷൻ ഫോൾഡർ എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഒരു ടൈം സ്റ്റാമ്പ് വെച്ചിട്ട് ഒരു ഫോൾഡറിന്റെ അണ്ടറിൽ migration.sql ഫയൽ, അപ്പൊ ഇതിനകത്തായിരിക്കും നമ്മൾ ഈ ഒരു നെസസറി, അതായത് നമ്മുടെ ഈ ഒരു സ്റ്റുഡന്റ് മോഡൽ അല്ലേ ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്, അപ്പൊ മോഡലിന്റെ കറസ്പോണ്ടിങ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന കുറിയും അതിനൊരു ഇൻഡെക്സും ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ നെസസറി ടേബിൾസ് ആയിട്ടാണ് ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത്. എത്ര മോഡൽസ് ആണോ നമ്മൾ ഇതിൽ സ്പെസിഫൈ ചെയ്യുന്നത് അത്രയും മോഡൽസ്. ഇൻ കേസ് ഇനി എന്തെങ്കിലും ഒരു കോളം നെയിം ചേഞ്ചസ് ഒരു ഓൾട്ടർ ക്വറീസ് ആണെങ്കിൽ, ഓൾട്ടറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ ഒരു മോഡലാണ് കൊടുത്തിരിക്കുന്നത്. ആ മോഡലിന്റെ കറസ്പോണ്ടിങ് ടേബിളും അതിന് ഒരു ഇൻഡെക്സും സെറ്റ് ചെയ്യുന്ന കുറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ENB ഫയലിന്റെ അകത്ത് ഒരു കണക്ഷൻ സ്ട്രിങ്, അപ്പൊ ഈ ഒരു dev.db ഫയൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ പ്രിസ്മ ക്ലൈന്റ് പാക്കേജ്.json ഫയൽ കാണിച്ചു തരാം. പ്രിസ്മ ക്ലൈന്റും ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്യും. ഇനി ഈ ഒരു പ്രിസ്മ ക്ലൈന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു DB ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. ഈ പ്രിസ്മ ക്ലൈന്റ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ഒരു ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ടൈപ്പ് സ്ക്രിപ്റ്റ് ORM, ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അതായത് റോ SQL ക്വറീസ് അല്ലാതെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കോഡ് യൂസ് ചെയ്തിട്ടാണ് DB ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രിസ്മ ക്ലൈന്റ്. ഇതിന് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്താ പറയാ സ്റ്റുഡന്റിനെ പുതിയ ടേബിളിലേക്ക് ആഡ് ചെയ്യുന്നതോ ഡിലീറ്റ് ചെയ്യുന്നതോ ഒക്കെ. അപ്പൊ നമ്മുടെ ഡാറ്റാബേസും ടേബിളും റെഡി ആയിട്ടുണ്ട്, ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് CRUD ഓപ്പറേഷൻസ്, അതായത് ഇൻസേർട്ട്, അപ്ഡേറ്റ്, ഡിലീറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. CRUD ഓപ്പറേഷൻസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഈ ഒരു സോഴ്സ് ഫോൾഡറിന്റെ അണ്ടറിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം കേട്ടോ. സ്റ്റുഡന്റ് DB എന്നാണ് കൊടുക്കുന്നത്. ഇതിനകത്ത് നോർമൽ ജാവാസ്ക്രിപ്റ്റിന്റെ ഫയൽ ക്രിയേറ്റ് ചെയ്താൽ മതി. ഞാൻ student.js എന്നാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നമ്മൾ പ്രിസ്മ ക്ലൈന്റിനെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് പ്രിസ്മ ക്ലൈന്റ്. അടുത്തത് നമ്മൾ ഇതിന് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇത് ത്രൂ ആണ് കേട്ടോ നമ്മൾ എല്ലാ ഓപ്പറേഷൻസും ചെയ്യുന്നത്. പ്രിസ്മ ക്ലൈന്റ്. ഇനി ഈ ഒരു ഫയലിന്റെ അകത്താണ് നമ്മൾ സ്റ്റുഡന്റിനെ ഇൻസേർട്ട് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാൻ, അതുപോലെ ഫെച്ച് ചെയ്യാൻ, അപ്ഡേറ്റ് ചെയ്യാനുള്ള എല്ലാം എഴുതുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് നോർമൽ ജാവാസ്ക്രിപ്റ്റിന്റെ ഫയലാണെന്ന്. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ടേബിൾ empty ആണല്ലോ സ്റ്റുഡന്റിന്റെ ടേബിൾ, അതിലേക്ക് കുറച്ച് റെക്കോർഡ് മാനുവലി ഇൻസേർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ ഈ ഒരു ഓൾറെഡി ഉള്ള ഫംഗ്ഷൻ ഒന്ന് കോപ്പി ചെയ്യുവാണ്, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം ഇതാണ് കേട്ടോ ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു കമാൻഡ്. നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മളൊരു നോർമൽ JSന്റെ ഒരു ആരോ ഫംഗ്ഷൻ എഴുതിയിട്ടുള്ളത്, അതിനെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെക്ക് ആൻഡ് ഇൻസേർട്ട് ഡീഫാൾട്ട് എന്നാണ് ഫംഗ്ഷൻ നെയിം, ഒരു അസിൻക്രണസ് ഫംഗ്ഷൻ ആണ്. അതിനകത്ത് ഫസ്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രിസ്മന്റെ ഇൻസ്റ്റൻസ് ഇല്ലേ, അത് ത്രൂ നമ്മുടെ ടേബിളിനെ അക്സസ് ചെയ്യുവാണ്. അപ്പൊ ഏത് ഡാറ്റ മോഡലാണോ നമ്മൾ അക്സസ് ചെയ്യേണ്ടത് അതിനെ എടുക്കുവാണ്. ഡോട്ട് നമ്മുടെ സ്റ്റുഡന്റ് ആയതുകൊണ്ട് സ്റ്റുഡന്റ് എടുക്കുന്നു. ഡോട്ട് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ആണ്. നമ്മൾ MySQL അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എഴുതാറില്ലേ, എന്താ പറയുക ആവറേജ്, സം, കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ ഇവിടെ കൗണ്ട് ഫംഗ്ഷൻ ആണ് എടുത്തിരിക്കുന്നത്. അതായത് ഈ സ്റ്റുഡന്റിന്റെ ടേബിളിലെ ടോട്ടൽ നമ്പർ ഓഫ് റെക്കോർഡ്സിനെ ഈ ഒരു കൗണ്ട് വേരിയബിളിലേക്ക് കിട്ടും. ഇൻ കേസ് ഇത് 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുവാണ്. ഇൻസേർട്ട് ചെയ്യുന്ന കമാൻഡ് ഇതാണ്, അഗൈൻ പ്രിസ്മന്റെ ഒബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടേബിൾ നെയിം കൊടുക്കുക, അതിന്റെ അകത്ത് ക്രിയേറ്റ് മെനി,
അപ്പോൾ മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ഇൻസേർട്ട് ചെയ്യേണ്ടതുകൊണ്ടാണ് ക്രിയേറ്റ് മെനി ഉള്ളത്. അതിന്റെ അകത്ത് ഡാറ്റ ഓഫ് എന്ന് പറഞ്ഞിട്ട് അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മുടെ ഡാറ്റ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജേസൺ ലൈക്ക് സ്ട്രക്ചർ ആണ്. അതായത് ഒരു നോർമൽ ഒബ്ജക്റ്റ് കീ വാല്യൂ പെയേഴ്സ് ആയിട്ട് ID ഓട്ടോ ആയിട്ട് ജനറേറ്റ് ചെയ്തോളും. നെയിം, ഇമെയിൽ ID, ഏജ്, ഇതിന്റെ ഇത്രയും വാല്യൂസ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ 3 സ്റ്റുഡൻസിനെയാണ് സെറ്റ് ചെയ്തത്. അപ്പൊ ഇതാണ് പ്രിസ്മന്റെ സിന്റാക്സ്. ഭയങ്കര ഈസി ആണ് കേട്ടോ. നമ്മളിപ്പോ MongoDB ഒക്കെ പരിചയമുള്ളവർക്ക് ഇത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. സെയിം കൈൻഡ് ഓഫ് കീവേഡ്സും കമാൻഡ്സും ഒക്കെ തന്നെ ഇവിടെ യൂസ് ചെയ്യുന്നത്. ബേസിക് സ്റ്റെപ്പ് പ്രിസ്മന്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ അത് ത്രൂ നമ്മുടെ ടേബിളിനെ ആക്സസ് ചെയ്യുക. പിന്നെ നമ്മൾ ഓരോ ഓപ്പറേഷൻസ് ഇവിടെ കൗണ്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ക്രിയേറ്റ് മെനി ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് അറേ ഓഫ് ഒബ്ജക്റ്റ് ആയിട്ട് ഡാറ്റ പാസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഫംഗ്ഷനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. എല്ലാ സ്റ്റുഡൻസിന്റെയും ഡാറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. എഗെയിൻ എക്സ്പോർട്ട് ഒരു നോർമൽ ജാവാസ്ക്രിപ്റ്റിന്റെ ആരോ ഫംഗ്ഷൻ ആണ്, അസിങ് ഫംഗ്ഷൻ ആണ്. ഇതിലേക്ക് സ്റ്റുഡന്റിന്റെ ഡാറ്റ ഫെച്ച് ചെയ്യണമെങ്കിൽ എഗെയിൻ നമ്മുടെ പ്രിസ്മ ഒബ്ജക്റ്റ് ഡോട്ട് ഡാറ്റാബേസിന്റെ ടേബിളിന്റെ നെയിം കൊടുക്കുക. ഫൈൻ മെനി മൾട്ടിപ്പിൾ എല്ലാ റെക്കോർഡ്സിനെയും ഇൻസേർട്ട് ചെയ്യേണ്ടതാണ് ഫൈൻ മെനി. ഇനി ഫൈൻ യൂണിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടൊരു സ്റ്റുഡന്റിനെ ആക്സസ് ചെയ്യാം. അതിനടുത്തത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഫൈൻ മെനി മെത്തേഡ്. ഇനി നമുക്ക് ഒരു റിയാക്ടിന്റെ സെർവർ സൈഡ് കോമ്പോണന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ കോമ്പോണന്റ് ത്രൂ ഈ സ്റ്റുഡൻസിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് നോക്കാം. അതിന് അഗെയിൻ ഞാൻ സോഴ്സ് ഫോൾഡറിന്റെ അണ്ടറിൽ ഒരു പുതിയ റൗട്ട് ക്രിയേറ്റ് ചെയ്യുവാണ്. സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റുഡന്റ് അതിന്റെ അകത്ത് page.js ഫയൽ ക്രിയേറ്റ് ചെയ്യുവാണ്. നിങ്ങൾ Next.js ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോസിൽ Next.jsന്റെ ട്യൂട്ടോറിയൽസ് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബൈ ഡിഫാൾട്ട് ആയിട്ട് Next.jsൽ ക്രിയേറ്റ് ചെയ്യുന്ന കോമ്പോണൻസ് സെർവർ സൈഡ് കോമ്പോണൻസ് ആവുന്നു. സെർവർ സൈഡ് കോമ്പോണൻസിന്റെ പ്രത്യേകത എന്താ? നമുക്ക് സെർവർ റിസോഴ്സസിനെ ഡയറക്ട്ലി ആക്സസ് ചെയ്യാം. അതായത് ഇവിടെ നമുക്ക് ഡാറ്റാബേസിനാണെങ്കിലും ഡാറ്റാബേസിനെ ഒരു എക്സ്ട്രാ API കോൾ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഈ ഫംഗ്ഷനാലിറ്റിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലയന്റ് സൈഡ് ആവുമ്പോഴാണ് നമ്മൾ API റിക്വസ്റ്റ് ചെയ്തിട്ട് ആക്സസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനൊരു സെർവർ കോമ്പോണന്റിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാനൊരു ഫംഗ്ഷണൽ കോമ്പോണന്റ് എഴുതുവാണ്. എക്സ്പോർട്ട് ഡിഫാൾട്ട് ഫംഗ്ഷൻ നെയിം ഞാൻ സ്റ്റുഡന്റ് പേജ് എന്നാട്ടോ കൊടുക്കുന്നത്, നോർമൽ ഫംഗ്ഷൻ. ഇനി ഇതിന്റെ അകത്ത് ഫസ്റ്റ് നമ്മൾ ആ CRUD ഓപ്പറേഷൻസ് എഴുതിയിരിക്കുന്ന ആ ഫയലില്ലേ, അതിന്റെ അകത്തുനിന്ന് ഗെറ്റ് ഓൾ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനെ ആക്സസ് ചെയ്യുവാണ്. ഞാനിത് അസിങ് ഫംഗ്ഷൻ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഡാറ്റാബേസ് ഓപ്പറേഷൻസ് അല്ലേ ചെയ്യേണ്ടത്. സോറി, ഞാനിവിടെ ഫംഗ്ഷൻ കീവേഡ് മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓൾറെഡി ഗെറ്റ് ഓൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടല്ലോ. ആ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് സ്റ്റുഡന്റ് ഡീറ്റെയിൽസിനെ ഫെച്ച് ചെയ്യാം. അതിനു പിന്നെ നമ്മുടെ ടേബിള് എംപ്റ്റി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു എന്താ പറയാ, ഇവിടെ വേറൊരു ഫംഗ്ഷൻ ഇല്ലേ, ചെക്ക് ഇൻസേർട്ട് ആൻഡ് ഡിഫാൾട്ട് എന്ന് പറഞ്ഞിട്ട്, അതായത് എംപ്റ്റി ടേബിൾ ആണല്ലോ, അപ്പൊ അത് ഇൻസേർട്ടും കൂടെ ചെയ്യണം. അപ്പൊ ആ ഫംഗ്ഷനെയും കൂടെ ഒന്ന് ആക്സസ് ചെയ്യുവാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ഞാൻ ഈ ഒരു ചെക്ക് ഇൻസേർട്ട് മെത്തേഡിനെയാണ് കോൾ ചെയ്യുന്നത്. അടുത്തത് ഞാൻ സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിലേക്കാണ് എടുക്കുന്നത്. എഗെയിൻ അവൈറ്റ് ഈ ഒരു ഗെറ്റ് ഓൾ സ്റ്റുഡൻസിനെ കോൾ ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റുഡൻസിനെ കിട്ടി. ഇനി നമ്മുടെ സ്റ്റുഡൻസിന്റെ ഡാറ്റയെ കൂടെ മാപ്പ് ചെയ്തിട്ട് നമുക്ക് സ്റ്റുഡന്റിനെ ഒന്ന് റെൻഡർ ചെയ്യണം. JXSന്റെ പോർഷൻ ഞാൻ കോപ്പി ചെയ്യുവാണ് കേട്ടോ. ഞാൻ ഇനി അഗെയിൻ ഈ ഒരു കോഡ് എഴുതാൻ നിൽക്കുന്നില്ല. അവിടെ നോർമൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, HTML ടേബിൾ. ഹെഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് കൂടെ മാപ്പ് ചെയ്തിട്ട് ഓരോ സ്റ്റുഡന്റിന്റെയും ID, നെയിം, ഇമെയിൽ ID ഒക്കെ ഇന്റർഫേസിൽ നമ്മൾ റെൻഡർ ചെയ്തിട്ടുണ്ട്. JXSന്റെ പോർഷനിൽ ഇത്രയേ ഉള്ളൂ. അതിന്റെ കൂടെ തന്നെ Tailwind CSSന്റെ ക്ലാസ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്രൊജക്ട് ഫസ്റ്റ് ഒന്ന് റൺ ചെയ്തിട്ട് ഇന്റർഫേസിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്റർഫേസിൽ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ 3 സ്റ്റുഡന്റിനെ അല്ല ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മെനൂസ് ഒക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഈ റൗട്ട്സ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ഡൈനാമിക് റൗട്ട് ഒക്കെ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്യുക. ഇപ്പൊ അത് ഞാൻ ഓൾറെഡി ലേഔട്ട് ഫയലിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടെ വന്നത്. ഇനി സ്റ്റുഡന്റ് ലിസ്റ്റിന്റെ അകത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ID, നെയിം, ഏജ് 3 സ്റ്റുഡൻസിന്റെയും ഡീറ്റെയിൽസ് നമ്മൾ ഡീഫാൾട്ട് ആയിട്ട് ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന അവരുടെ ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. ID ഓട്ടോ ജനറേറ്റ് ചെയ്യുന്നതാണ്. ഈ ഐഡിനെ നമുക്ക് ഐഡിനൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പൊ ഇതാണ് പ്രിസ്മന്റെ ബേസിക്സ്. ഇനിയാണ് Next.jsൽ നമുക്ക് പ്രിസ്മ ത്രൂ ഡാറ്റ ആക്സസ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് യൂസിങ് SQLite ഡാറ്റാബേസ്. ഇനി ഇതിന്റെ ഡാറ്റ മ്യൂട്ടേഷൻ ക്വറീസ്, അതായത് ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നത്, ഇൻസേർട്ട് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യുന്നതൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ Next.js റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ കിട്ടുന്ന സമയത്ത് വ്യൂസ് കുറവായതുകൊണ്ടാണ് കേട്ടോ ഞാൻ എന്റെ വീഡിയോസ്
വേണോ വേണ്ടോ എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ആണ്. അതുകൊണ്ട് ഈ മ്യൂട്ടേഷൻ അതുപോലെ തന്നെ സെർവർ സൈഡ് ആക്ഷൻസ് ഒക്കെ ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയാം. റെസ്പോൺസിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. ആർക്കും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഞാനത് വീഡിയോ ചെയ്ത് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എനിക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്കും കമന്റ് ഒക്കെ ചെയ്യാം കേട്ടോ.